എന്നോട് ഇപ്പോൾ ചോദിച്ചതിൻ്റെ തൊട്ട് പലരും എൻ്റെ ക്ലയൻസ് അല്ലാത്ത ഒരുപാട് പേരോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ഭിത്തിയിലെ നനവ് അല്ലെങ്കിൽ പെയിൻറ് ഇളകി വരിക എന്നുള്ളത്. പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ നനവ് കാണിക്കുകയോ അല്ലെങ്കിൽ പെയിൻറ് ഇളകി വരികയോ ചെയ്യുന്ന സമയത്ത് ഒരു പെയിൻറ്ററിനെ ഒരു ലേബറിനെ വിളിച്ചിട്ട് അതങ്ങ് ചീകിക്കളഞ്ഞ് അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കും. ചിലർ ഒരു ഘട്ടം കൂടെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അടുത്ത സ്റ്റേജായിട്ട് അവർ രണ്ടോ മൂന്നോ ലെയർ കെമിക്കൽ അടിച്ചിട്ട് പെയിൻ്റ് അടിച്ച് അതങ്ങ് തീർക്കും. പക്ഷേ ഇവിടെ എല്ലാം നമ്മൾ മിസ് ഔട്ട് ആകുന്നൊരു കാരണമുണ്ട്. നമ്മളിതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ടില്ല. എവിടാണ് ഈ നനവ് വന്നത്, എന്തുകൊണ്ടാണ് ഈ നനവ് വന്നതെന്നുള്ളത്. പലപ്പോഴും ഈ നനവ് വരുന്നത് ഈ ബാത്റൂമിൻ്റെ ഭിത്തി, കിച്ചണിൻ്റെ ഭിത്തി, സൺഷെയ്ഡുമായിട്ട് ചേർന്നിട്ടുള്ള ഭിത്തി. സൺഷെയ്ഡൊക്കെ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു റൂട്ട് കോസാണ്. അത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ഈ പെയിൻ്റ് അടിക്കുകയും കെമിക്കൽ ചെയ്യുമ്പം ഒരു പരിധി വരെ നമുക്ക് നിർത്താൻ പറ്റും. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം കൺസ്ട്രക്ഷൻ സമയത്തെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതായത് പൈപ്പിംഗ് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാൻ കോൺട്രാക്ടറിനോട് നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടേക്ക് ഒരു ലീക്കേജ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുക എന്നുള്ളത് വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ബാധ്യതകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. മൂന്നാമതായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാപ്പിലറി ആക്ഷനാണ്. ഭൂമിയിൽ നിന്ന് ജലാംശം മുകളിലോട്ട് ഭിത്തിയിലോട്ട് കയറി വന്ന് വരുന്നൊരു ആക്ഷനാണ് കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്നത്. ഇത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ കൺസ്ട്രക്ഷൻ സമയത്ത് ബെൽറ്റ് വാർത്ത കഴിയുമ്പോൾ തന്നെ ബിറ്റുമിൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബിറ്റുമിൻ ഇടുന്ന ഒരു പ്രോസസ്സുണ്ട്. ഇത് പല ക്ലയൻസും ഒഴിവാക്കാൻ ശ്രമിക്കും, പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ ഈ പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ കാപ്പിലറി ആക്ഷൻ നമുക്ക് നിർത്താൻ പറ്റും. ബാത്റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ പ്ലംബിംഗ് പോയിന്റ്സ് മാത്രമല്ല, അതിൻ്റെ അകത്ത് ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് ബാക്കി. അത് ഞാൻ പിന്നീടൊരു വീഡിയോയിൽ പറഞ്ഞുതരാം.